رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, നോമ്പുമായി ബന്ധപ്പെട്ട മസലകളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തിരുന്നത്. നോമ്പിന്റെ ഫർളുകളിൽ നിയ്യത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ റമദാൻ മാസമായതുകൊണ്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ മസല ചർച്ച ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ റമദാനിൽ വിശുദ്ധ റമദാനു ഷരീഫ് 360 ദിവസങ്ങളിൽ ഒരു വർഷത്തെ 29-30 ദിവസങ്ങളിൽ പകൽ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധം ഇസ്ലാം നിയന്ത്രിക്കുകയാണ്. റമദാൻ നോമ്പ് നോറ്റ ഒരാൾ, വ്രതമുള്ള ഒരാൾ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെടുന്നത് നോമ്പിലൂടെ നിയന്ത്രിച്ചതിന്റെ ഹിക്മത്തുകൾ, അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട്, കാരണങ്ങളിലേക്ക് കിടക്കുന്നില്ല. പകലിൽ ജിമാവ് സംയോഗം ചെയ്യുന്നത് കൊണ്ട് നോമ്പ് മുറിയും എന്ന് മാത്രമല്ല, അത് വൻ കുറ്റവും. അങ്ങനെ ഒരാൾ സംഭവിച്ചു പോയാൽ അതിന് വളരെ ശക്തമായ പ്രായശ്ചിത്തവും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ നോമ്പ് നിർബന്ധമാക്കിയ വർഷങ്ങളിലൊക്കെ റമദാൻ 30 ദിവസം പകൽ എന്ന് മാത്രമല്ല രാത്രിയിലും ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിനെ കർശനമായി നിയന്ത്രിച്ചിരുന്നു. പകലും രാത്രിയും 30 ദിവസം ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല എന്നായിരുന്നു നോമ്പ് നിർബന്ധമായ ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ നിയമം. പലരും അറിഞ്ഞോ അറിയാതെയോ ഭാര്യയുമായി ഒപ്പം കിടക്കുന്ന സമയത്ത് ബന്ധപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പരാതിയുമായി വരികയും ചെയ്ത സംഭവം ചരിത്രങ്ങളിൽ കാണാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന്, നബിയെ, ഇങ്ങനെ സംഭവിച്ചുപോയി, ഇനി എന്തു ചെയ്യണം എന്ന രൂപത്തിൽ ചോദ്യം ചോദിച്ചത് വിശുദ്ധ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നബി തങ്ങൾ ചോദിച്ച, ആൻതയാ ഉമർ, നിങ്ങളിലും അങ്ങനെ സംഭവിച്ചു പോയോ? നിങ്ങളെ ഞാൻ അങ്ങനെ കരുതിയില്ലായിരുന്നു എന്നൊക്കെ സാധാരണ ചില വിഷയങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറയുകയും, അതേപോലെ മറ്റൊരു വിഷയം കൂടി, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ മാത്രമേ ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. റമദാനിലെ പകലിൽ നോമ്പ് മുറിയുന്ന രൂപത്തിൽ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന നിയന്ത്രണമുള്ളതുപോലെ മഗ്രിബ് ഇശാ കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു. ഇശാ മഗ്രിബിന്റെ ഇടയിൽ മാത്രമേ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ പാടുള്ളൂ. അത്രയും കർശനമായ നിയന്ത്രണമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നോമ്പിന് ഉണ്ടായിരുന്നത്. ഇന്നത്തെ പോലെ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളോ സാമ്പത്തികമായ ശേഷിയോ ഒന്നും ഇല്ലാത്ത ഹിജറ 2ാമത്തെ വർഷത്തിലാണല്ലോ നോമ്പ് നിർബന്ധമാവുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു തൊഴിലോ ഇതൊന്നും കണ്ടെത്താൻ സൗകര്യപ്പെടുന്നതിന്റെ മുന്നേ, സാമ്പത്തികമായ ശേഷികളൊന്നും കൈവരിക്കുന്നതിന്റെ മുന്നേയുള്ള ഈ നോമ്പ് തുറയുടെ സമയത്താണെങ്കിലും അത്താഴത്തിന്റെ സമയത്താണെങ്കിലും വയറ് നിറയെ കഴിക്കാനൊന്നും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം കൂടിയായിരുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടതാണ്. അങ്ങനെ ചിലരെങ്കിലും ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയും ഒരു ചുള കാരക്കയോ ഒരു മുറുക്ക് വെള്ളമൊക്കെ കുടിച്ച് നോമ്പ് നോക്കുകയും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു കഷ്ണം ബത്തക്കയോ മറ്റോ കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാരക്ക കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു കാര്യം കൂടി, ഇശാ വരെ ഭക്ഷണം കഴിക്കാമെന്നുള്ളത്, അതിനിടയിൽ ഒരാൾ ഉറങ്ങിപ്പോയാൽ ആ ഉറക്കം മുതൽക്ക് പിന്നെ നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഖൈസ് ബിൻ സുർമത്ത് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പകലന്തിയോളം ഈത്തപ്പനത്തോട്ടത്തിൽ ജോലിയെടുത്ത് നോമ്പുകാരനായി മഗ്രിബിന്റെ സമയത്ത് പുരയിൽ വന്നപ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ അവിടുത്തെ ഭാര്യ തൊട്ടടുത്ത വീട്ടിൽ പോയി അല്പം കാരക്കയും ഒരു ഗ്ലാസ് വെള്ളവുമായി തിരിച്ചു വന്നപ്പോഴേക്ക് ക്ഷീണം കൊണ്ട് ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിപ്പോയി എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇനി ഉറങ്ങിപ്പോയാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, പിറ്റേന്ന് അതുപോലെ നോമ്പ് അനുഷ്ഠിക്കണം. അങ്ങനെ നോമ്പ് നോറ്റു, നോമ്പ് പിടിച്ചുകൊണ്ട് ഈത്തപ്പനത്തോട്ടത്തിൽ ജോലിയെടുത്തു. ജോലിയുടെ ഇടയിൽ തളർന്നു വീടുപോയി. അങ്ങനെ വഴിയിൽ ഖൈസ് റളിയല്ലാഹു അൻഹു മാത്രമല്ല
പലരും അങ്ങനെ വഴിയിലും മറ്റുമായിട്ട് തളർന്നു വീഴുന്ന ഒരു വിവരം കൂടി ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ അറിഞ്ഞു. നബിക്ക് മാനസികമായിട്ട് ചെറിയൊരു ക്ലാഷ് റളിയല്ലാഹു അൻഹു നബിയെ എന്നിൽ സംഭവിച്ചുപോയി എന്ന മട്ടില് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വരുന്നു. അപ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു വഹിയുമായി പറഞ്ഞയച്ചു, ഉഹില്ല ലക്കും ലൈലത്തുസ് സിയാമിർ റഫസു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ. ഇന്നു മുതൽ നിങ്ങൾക്ക് റമദാനിന്റെ രാത്രികളിൽ ഭാര്യയുമായി ബന്ധപ്പെടാവുന്നതാണ് എന്ന നിയമം അല്ലാഹു തആല നടപ്പാക്കുകയും അറിയിക്കുകയും അങ്ങനെയാണ് റമദാനിന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെടരുത്, രാത്രി ബന്ധപ്പെടാം എന്ന നിയമം ഇസ്ലാം നടപ്പാക്കുന്നത്. ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ 30 ദിവസവും രാത്രിയും പകലും ബന്ധപ്പെടാൻ പാടില്ലായിരുന്നു. പിന്നീട് ആ നിയമം ഇളവ് ചെയ്തു. റമദാനിന്റെ രാത്രികളിൽ ഭാര്യമാരുമായി ബന്ധപ്പെടുന്നതിന് വിരോധമില്ല. ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, റമദാന്റെ രാത്രിയിലും സംയോഗമൊന്നും ചെയ്യാൻ പാടില്ല, ജനാബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നോമ്പിന് നിയ്യത്ത് വെക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണകൾ ചിലരെങ്കിലും വെച്ചു പുലർത്തുന്നതുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്. റമദാന്റെ രാവുകളിൽ ബന്ധപ്പെടുന്നതിന് വിരോധമില്ല എന്ന് മാത്രമല്ല, ജനാബത്തോടുകൂടി നോമ്പിന് നിയ്യത്ത് വെക്കുന്നതിനും വിരോധമില്ല. കുളിക്കാൻ ഫജ്റിന്റെ മുന്നേ കുളിക്കൽ നിർബന്ധമൊന്നുമില്ല, നിസ്കരിക്കാൻ വേണ്ടി കുളിക്കണം എന്നല്ലാതെ നോമ്പ് നോക്കാൻ കുളി ഷർത്തോ ഫർളോ ഒന്നും ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ റമദാനിന്റെ പകലിൽ കർശനമായി നിയന്ത്രിക്കേണ്ടതാണ് ഭാര്യ ഭർത്തൃ ബന്ധം. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, യുഫ്തിറു ആമിദുൻ ആലിമുൻ, കരുതി കൂട്ടിക്കൊണ്ട് നോമ്പുകാരനാണ് എന്ന ബോധപൂർവം, യുഫ്തിറു ആമിദുൻ നോമ്പുകാരനാണ് എന്ന് ബോധമുള്ള ഒരാൾ, അതുപോലെ ആലിമുൻ ജിമാഅ് സംയോഗം ചെയ്യൽ ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടും ഒരാൾ സ്വയഷ്ടപ്രകാരം മറ്റൊരാളുടെ നിർബന്ധം നീ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുക മറ്റൊന്നുമില്ലാതെ സ്വ ഇഷ്ടപ്രകാരം അറിഞ്ഞുകൊണ്ട് ഒരാൾ സംയോഗം ചെയ്തു പോയാൽ റമദാനിന്റെ പകലിലെ ഒരു നോമ്പിനെ പൂർണ്ണമായി ഒരാള് ജിമാഅ് കൊണ്ട് മുറിച്ചു കളഞ്ഞാൽ, അവിടെ ജിമാഅ് കൊണ്ട് മുറിക്കുക സംയോഗമെന്ന് പറയുമ്പോൾ പൂർണ്ണാർത്ഥത്തിലുള്ള സംയോഗം ആവണമെന്നില്ല. ലിംഗാഗ്രം ഹഷ്ഫ എന്ന് പറയുന്ന ലിംഗാഗ്രം സ്ത്രീയുടെ യോനിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നെ ഇന്ദ്രിയം പുറപ്പെടണമെന്നില്ല, നോമ്പ് മുറിയുന്നതാണ്. അങ്ങനെ സ്വ ഇഷ്ടപ്രകാരം പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ഒരാൾ ചെയ്താൽ അവന്റെ നോമ്പ് മുറിയും എന്ന് ബഹുമാനപ്പെട്ട ഇമാമുമാർ പറയുന്നു. അവിടെ ബോധപൂർവം എന്ന് പറഞ്ഞത് ബോധപൂർവം തന്നെയാണ്. ബോധപൂർവം എന്ന് പറയുമ്പോൾ ഒരാൾ മറന്നു, ഞാൻ നോമ്പുകാരനാണെന്നുള്ള ഓർമ്മയൊന്നുമില്ല, അങ്ങനെ ഒരാള് പകലിൽ ബന്ധപ്പെട്ടുപോയി, നോമ്പ് മുറിയുന്നതല്ല. ഭക്ഷണം കഴിക്കുന്നത് പോലെ ഒരാൾ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയുന്നതല്ല. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം കൽപ്പിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, നിരോധിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്. നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മറന്നു ചെയ്തു എങ്കിൽ അതിന് പ്രായശ്ചിത്തമോ അല്ലെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതോ അല്ല. കൽപ്പിക്കപ്പെട്ട കാര്യം അത് മറന്നു ചെയ്താലും നോമ്പ് മുറിയുകയും അതിന് പ്രായശ്ചിത്തം പോലത്തെ ചെയ്യുകയും വേണ്ടിവരും. ഉദാഹരണത്തിന് ഒരാൾ നിയ്യത്ത് അത് കൽപ്പിക്കപ്പെട്ടതാണ്, അതൊരാൾ മറന്നു. അങ്ങനെ മറന്നു എന്നുള്ളത് കൊണ്ട് അവന് ആ നോമ്പ് ഖളാ വീട്ടാതിരിക്കാൻ പറ്റില്ല. നോമ്പ് ഖളാ വീട്ടണം, അത് വാജിബാ, നിർബന്ധമായ കാര്യമാണ്, കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. അത് മറന്നാലും അത് വീണ്ടെടുക്കേണ്ടതാണ്. അതേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല റമദാനിന്റെ പകലിൽ, സംയോഗം ചെയ്യാൻ പാടില്ല റമദാനിന്റെ പകലിൽ. ഇങ്ങനെയുള്ള നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ഒരാളിൽ നിന്ന് മറന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നോമ്പിനെ ഫസാദാക്കുന്നതോ നശിപ്പിക്കുന്നതോ അവിടെ നോമ്പ് ഖളാ വീട്ടുക എന്നുള്ളതോ അല്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുകയോ ചെയ്യേണ്ടതില്ല. അപ്പോ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മറന്നാലും ഇല്ലെങ്കിലും നിയമം ഒന്നാണ്. അതേ സമയത്ത് നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ മറന്ന് ബോധപൂർവം ചെയ്തെങ്കിലേ നോമ്പ് ഫസാദാവുകയുള്ളൂ. അതാണ് ബോധപൂർവം ജിമാഅ് ചെയ്താൽ എന്ന് പറഞ്ഞത്. മറന്നുകൊണ്ട് ഒരാൾ 1, 2, 3, 4 പ്രാവശ്യം അതിൽ നിന്ന് ജിമാഅ് സംഭവിച്ചാലും നോമ്പ് മുറിയുന്നതല്ല, ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെയാണ്. അതുപോലെ ആലിമുൻ നോമ്പുകാരനായിട്ട് സംയോഗം ചെയ്യാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നോമ്പ് മുറിച്ചാലാണ്
സംയോഗം ചെയ്താലാണ് നോമ്പ് മുറിയുന്നത്. അറിയാതെ ഒരാള് ഇന്നലെ ഇസ്ലാമായതാണ്, മുസ്ലിമായതാണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മുൻകാലഘട്ടത്തിൽ അങ്ങനെ ഇസ്ലാമിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെടാൻ അറിയാനൊന്നും ചാൻസ് ഉണ്ടായിട്ടില്ല. അവൻ അമുസ്ലിമായിരുന്നു. അങ്ങനെ ഇന്നലെ മുസ്ലിമായി സുബൈന്റെ കൂടെ അവൻ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തു. പകലിൽ അവൻ സാധാരണ എന്ത് ചെയ്തു, അവനെ സംബന്ധിച്ചിടത്തോളം പകലിൽ അങ്ങനെ ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള അറിവൊന്നുമില്ല. ആ നിലക്ക് അവൻ ജിമാഅ് ചെയ്തു എന്നുള്ളത് കൊണ്ട് അവന്റെ നോമ്പ് ഫസാദാകുന്നതല്ല, പോകുന്നതല്ല, മുറിയുന്നതല്ല. അതാണ് ആലിമുൻ എന്ന് നിയമം പറഞ്ഞത്. അതേപോലെ മുമ്പേ മുസ്ലിം തന്നെ ആവാം, അതേ സമയത്ത് ഇസ്ലാമുമായി മുസ്ലിങ്ങളുമായി അടുത്തിടപഴകാനോ അല്ലെങ്കിൽ അവരോടുകൂടെ ഒന്നിച്ച് ജീവിക്കാനോ ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയാനോ എന്നോ അവസരം ലഭിക്കാത്ത ആദിവാസികളോ അല്ലെങ്കിൽ വളരെ കുഗ്രാമങ്ങളിൽ മുസ്ലിങ്ങളൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഏരിയയിലൊക്കെ താമസിച്ച ഒരാള് അവന് നോമ്പ് നോറ്റു, അവനെ സംബന്ധിച്ചിടത്തോളം അറിവ് കരസ്ഥമാക്കാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനോ ഒന്നും ആളുകളും ഇല്ലാത്ത സാഹചര്യത്തിലാണ് എങ്കിൽ സംയോഗം ചെയ്താൽ നോമ്പ് മുറിയുമെന്ന വിവരം അവനില്ലായിരുന്നു. അവൻ മുസ്ലിങ്ങളൊക്കെ ബന്ധപ്പെടുന്ന പ്രദേശത്തേക്ക് വന്നു. അപ്പോഴാണ് ജിമാഅ് സംയോഗം ചെയ്താൽ നോമ്പ് മുറിയുമെന്ന വിവരം അവൻ അറിയുന്നത്. സുബ്ഹാനല്ലാഹ്, ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ ജിമാഅ് ചെയ്തിരുന്നല്ലോ ആ സ്ഥലത്ത് താമസിച്ചെന്ന് എന്നും അവനപ്പോ ഓർമ്മ വന്നു. എങ്കിലും അവൻ ആ നോമ്പുകളൊന്നും കളാവ് വീട്ടേണ്ടതില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹറാമാണ് എന്ന് അറിഞ്ഞുകൊണ്ടല്ല അവൻ ചെയ്തത്, അറിയാനുള്ള സാഹചര്യം അവന് ഉണ്ടാവുകയും ചെയ്തിരുന്നില്ല. അവന് ജാഹിലുൻ മഅ്സൂറുൻ എന്നാണ് പറയുന്നത്. ഉദറുള്ള അഥവാ ഇളവുള്ള ജാഹില് എന്നാണ്. എല്ലാ ജാഹിലീങ്ങൾക്കും ആ നിയമം ബാധകമല്ല. ചിലര് ആലിമീങ്ങളുടെയും അതുപോലെ തന്നെ വൈജ്ഞാനികമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാനും പഠിക്കാനൊക്കെ സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആള് എനിക്കത് അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യങ്ങൾക്ക് അറിയാനും പഠിക്കാനൊക്കെ സൗകര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവന് വെറും ജാഹിലാണ്, ജാഹില് മഅ്സൂർ എന്ന് പറയില്ല. അപ്പോ അറിവില്ലായ്മ കൊണ്ട് ചില നിയമങ്ങൾ ലംഘിച്ചാൽ ഇസ്ലാമിൽ അതിന് ഇളവുള്ളത് ആ അറിവില്ലായ്മക്ക് മതിയായ കാരണങ്ങൾ വേണം. മതിയായ കാരണങ്ങൾ ഇല്ലാതെ വെറും എനിക്കറിവില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് നിയമങ്ങൾ ലംഘിക്കാൻ ഇസ്ലാമിക ശരീഅത്തിൽ അനുവാദം ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പലരും പറയാൻ എനിക്കറിവില്ലായിരുന്നു. ഈ അറിവില്ലായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം അറിയാനും പഠിക്കാനൊക്കെ സൗകര്യമുള്ള പൊതു മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ജീവിക്കുന്ന ആള് എനിക്കറിവില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. മൂന്നാമത്തെ നിയമം, അവന് സ്വഇഷ്ടപ്രകാരം ആവണം ആ സംയോഗം ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി. സ്വഇഷ്ടപ്രകാരം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് നിന്നെപ്പോ കൊല്ലും സംയോഗം ചെയ്തില്ലെങ്കിൽ അങ്ങനെ അവൻ നിർബന്ധിതനായിട്ട് സംയോഗം ചെയ്തു എന്നുള്ളത് കൊണ്ട് നോമ്പ് മുറിയുന്നല്ല. ഇസ്ലാമിന്റെ മറ്റു നിയമങ്ങളെ പോലെ തന്നെയാണ്. ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും സ്വഇഷ്ടപ്രകാരമാണ്. അത് നിർബന്ധിച്ചുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിലേക്ക് അടിസ്ഥാനപരമായിട്ട് മാർഗം സിദ്ധിക്കാൻ നിർബന്ധിക്കാത്തതുപോലെ ഇസ്ലാമിന്റെ ഫുറൂഇയായ ശാഖാപരമായ നിയമങ്ങളും അത് സ്വഇഷ്ടപ്രകാരം ചെയ്യുമ്പോഴാണ് അനുവദനീയമാകുന്നതും അതുപോലെ തന്നെ ഹറാമാകുന്നതും ഹലാലാകുന്നതുമൊക്കെ. അത് എല്ലാ വിഷയങ്ങളിലേക്കും ബാധകമാണ്. അപ്പൊ സംയോഗം കൊണ്ട് നോമ്പ്, ഈ നിബന്ധനയോടുകൂടുള്ള സംയോഗം കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതാണ്. ബാത്തിലാകുമ്പോ അവിടെ ഈ രൂപത്തിൽ ഒരാള് സംയോഗം ചെയ്ത് നോമ്പിനെ മുറിച്ചാൽ അവന് ശക്തമായ ശിക്ഷ, അത് പാരത്രിക ലോകത്തുള്ളതിനപ്പുറം ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അതിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്. കരുതി കൂട്ടിക്കൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, തഹ്രീറു റഖബത്തി മുഅ്മിന, ഒരു അടിമയെ, പൂർണ്ണമായ ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രഥമമായ ഒന്നാമത്തെ പ്രായശ്ചിത്തം. അത് ഇക്കാലഘട്ടത്തിൽ അടിമ സമ്പ്രദായം വ്യാപകമായി ഇല്ലാത്തതുകൊണ്ട് അതിന് സാഹചര്യം ഇല്ല എങ്കിൽ രണ്ടാമത് പറയുന്നത് അവൻ ഷഹ്റൈനി മുത്തതാബിഈൻ, തുടരെ 2 മാസം നോമ്പനുഷ്ഠിക്കണം എന്നാണ്. തുടരെ 2 മാസം നോമ്പനുഷ്ഠിക്കണം. അപ്പോ ഒരാൾ 50 ദിവസം നോമ്പ് വെട്ടു, 51ാമത്തെ ദിവസം അവന് കാരണം ഉണ്ടാവട്ടെ, കാരണമില്ലാതിരിക്കട്ടെ, കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ടാലും കാരണമില്ലാതെ ഇടയിൽ നഷ്ടപ്പെട്ടാലും അവൻ പിന്നെ ആദ്യം മുതലേ നോമ്പ് തുടങ്ങേണ്ടി വരും. കാരണം തത്താവ് തുടർച്ചയാവുക എന്ന് പറയുന്നത് ഈ പ്രായശ്ചിത്ത നോമ്പിന്റെ നിബന്ധനയാണ്. അപ്പൊ ഇടയ്ക്ക് തുടർച്ച മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും തുടക്കം മുതൽ തന്നെ ആരംഭിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ മുത്തതാബിഈൻ, തുടരെ അവൻ 2 മാസം
നോമ്പ് നോക്കല് അതിന്റെ പ്രായശ്ചിത്തമാണ്. ഇനി ഒരാൾക്ക് ശാരീരികമായിട്ട് നോമ്പ് നോക്കാൻ അവശതയുണ്ട്, കഴിയുന്നില്ല, അങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് നോമ്പ് നോക്കാൻ കഴിയുന്നില്ല എങ്കിൽ മൂന്നാമത്തെ പടിയാണ് ഇത്ആമു സുത്തീന മിസ്കീന, 60 ദരിദ്രർക്ക്, ഫക്കീറോ മിസ്കീനോ ആയ പാവങ്ങൾക്ക് ഒരു മുദ്ദ് മുഖ്യ ആഹാരങ്ങളിൽ നിന്ന് നൽകേണ്ടതാണ്. മുഖ്യ ധാന്യ വസ്തുക്കളിൽ, മുഖ്യ ആഹാരമായി ഭക്ഷിക്കപ്പെടുന്ന ധാന്യ വസ്തുക്കളിൽ നിന്ന് ഒരു മുദ്ദ്, അഥവാ ഏകദേശം 600 ഗ്രാം, അല്ലെങ്കിൽ കനമുള്ള അരിയൊക്കെ ആണെങ്കിൽ 650ഓളം ഗ്രാമൊക്കെ വരും. അത് നൽകല് നിർബന്ധമാണ്. അത് സുത്തീന മിസ്കീന എല്ലാം കൂടി 60 മുദ്ദ് ഒരാൾക്ക് കൊടുത്താൽ മതിയാകില്ല. 60 വ്യക്തികൾക്കായിട്ട് അത് ഭക്ഷണമുണ്ടാക്കി എല്ലാവരും 60 ആളുകളെ വിളിച്ച് അവർക്ക് ഭക്ഷിപ്പിച്ചാൽ മതിയാകുന്നതല്ല. തംലീകുഹും, അവർക്ക് ധാന്യമായിട്ട് തന്നെ അതിനെ ഉടമപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. ഭക്ഷണം കൊടുത്താൽ മതിയുന്നത്. പ്രത്യേകം യതീംഖാനയിലേക്ക് ഒരു ചാക്ക് അരി അങ്ങ് വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് നിരുപാധികം ശരിയല്ല. അതേ സമയത്ത് 60 മിസ്കീന്മാരെ, 60 ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ചാക്ക് അരി അല്ലെങ്കിൽ 60 മുദ്ദുള്ള അരി മുന്നിൽ വെച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഞാൻ മിൽക്കാക്കി 60 പേർക്കും കൂടി ഉടമപ്പെടുത്തി തന്നു എന്ന് പറയുകയും അവരത് സ്വീകരിക്കുകയും ചെയ്താൽ പ്രായശ്ചിത്തം വീടുന്നതാണ്. അല്ലാതെ യതീംഖാനയിലെ നാളുമാർ നോക്കുന്ന ആളുകൾക്ക് യതീംഖാനയിലേക്ക് ഒരു ചാക്കാരി എന്റെ പ്രായശ്ചിത്തം എന്ന നിലയിൽ കൊടുത്താൽ മതിയാകുന്നതല്ല. 60 ആളുകളെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് ഉടമപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് ഭാഗിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചാക്കാരി മുന്നിൽ വെച്ച് നിങ്ങൾക്ക് ഉടമയാക്കി തന്നു എന്ന് പറഞ്ഞ് അവരെ സ്വീകരിക്കുകയും ചെയ്താൽ വീടുന്നതാണ്. പിന്നീട് അവര് അത് സമമായി ഭാഗിച്ചെടുക്കേണ്ടതില്ല. അവര് എല്ലാവരും കൂടി അത് വേവിച്ച് ഭക്ഷിക്കുന്നത് കൊണ്ടും വിരോധമില്ല. അപ്പൊ അങ്ങനെ നൽകുകയാണെങ്കിൽ 60 ആളുകളെ കണ്ടെത്തി ഓരോ ആളുകളിലേക്കും കൈമാറാൻ പ്രയാസപ്പെടുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രീതി സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വീകരിക്കുമ്പോൾ പറഞ്ഞതുപോലെ ഉടമപ്പെടുത്തി കൊടുക്കുന്ന രൂപത്തിൽ 60 ആളുകളോടും സംസാരിക്കുകയും അവര് അത് ഏറ്റെടുക്കുകയും ചെയ്യണം. പിന്നീട് അവരെന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഈ രൂപത്തിൽ സംയോഗം കൊണ്ട് റമളാനിന്റെ പകലില് നോമ്പിനെ മുറിച്ചാൽ അത് വൻ കുറ്റവും അതിന് പ്രായശ്ചിത്തവും നൽകണം. പ്രായശ്ചിത്തം നൽകുന്നതോടൊപ്പം ആ ഖളാ ആയ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ആ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടുകയും വേണം. അവിടെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. റമളാനിന്റെ പകലിൽ പൂർണ്ണമായ ഒരു നോമ്പിനെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതും ബോധപൂർവം തന്നെയാണ്. ഒരാൾ റമളാനിന്റെ പകലിൽ സംയോഗം ചെയ്ത് നോമ്പ് മുറിച്ചു. അങ്ങനെ അസ്തമനത്തിന്റെ മുന്നേ അയാൾ മരിച്ചു. എന്നാൽ അയാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു നോമ്പ് അയാൾ നശിപ്പിച്ചിട്ടില്ല, നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ പ്രായശ്ചിത്തം നിർബന്ധമില്ല. അയാളെ ചെയ്ത പണി വൻ കുറ്റമാണ്, ആഖിറത്തിൽ ശിക്ഷയുണ്ടാകും. അതേസമയത്ത് പ്രായശ്ചിത്തം നിർബന്ധമാവാൻ പൂർണ്ണമായ ഒരു നോമ്പിനെ നശിപ്പിക്കണം, ഫസാദാക്കണം. ഇയാളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ ഒരു നോമ്പ് അയാൾക്ക് നഷ്ടപ്പെടാത്തത് കൊണ്ട് പ്രായശ്ചിത്തം അയാൾക്ക് ബാധകമല്ല. അത് ഓർമ്മപ്പെടുത്താനുള്ള കാരണം അങ്ങനെ ഒരു അനുഭവം ഒരാള് മസാല ചോദിച്ചുകൊണ്ട് ആ അനുഭവം നിങ്ങളുമായി പങ്കുവെച്ചതാണ്. അങ്ങനെയുള്ള അവസരത്തിൽ പ്രായശ്ചിത്തം നിർബന്ധമില്ലെങ്കിലും ആ നോമ്പ് ശക്തമായി നഷ്ടപ്പെടുത്തിയതിന് കുറ്റം ലഭിക്കുന്നതാണ്. അതുപോലെ നോമ്പ് ജിമാവ് കൊണ്ട് നഷ്ടപ്പെടുത്തണം. റമളാന്റെ പകലിൽ ഒരാൾ വെള്ളം കുടിച്ചു, അങ്ങനെ നോമ്പ് മുറിച്ചു, പിന്നീട് സംയോഗം നടന്നു. ആ സംയോഗം ചെയ്യൽ വലിയ കുറ്റമാണ്. നോമ്പ് കാരണം കൊണ്ട് മുറിച്ചാലും കാരണമില്ലാതെ മുറിച്ചാലും ഈ പകലിൽ സംയോഗം ചെയ്യുക എന്ന് പറയുന്നത് അത് കുറ്റകരമാണ്. പക്ഷേ പ്രായശ്ചിത്തം നിർബന്ധമില്ല. കാരണം നോമ്പ് ജിമാവ് കൊണ്ടല്ല മുറിച്ചത് എന്നുള്ളത് കൊണ്ട് അവന് പ്രായശ്ചിത്തം നിർബന്ധമായി വരുന്നില്ല. അതുപോലെ ആ ജിമാവ് കൊണ്ട് അവൻ കുറ്റക്കാരനാവുകയും വേണം. ഇപ്പൊ യാത്രക്കാരന് നോമ്പ് നിർബന്ധമില്ല. അയാള് നോമ്പ്